എല്ലാവർക്കും ഈ പോക്ക് എങ്ങോട്ടാ മനസ്സിലായോ? അതെ, നമ്മുടെ വിയറ്റ്നാം എയർലി ചക്ക പഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുറിക്കാനുള്ള പുറപ്പെടാം കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കണു, ഇപ്പം ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഞങ്ങളത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 3 വർഷമൊക്കെ ആയിട്ട് നമ്മൾ ഈ പ്ലാവ് നട്ടിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ചക്ക ഉണ്ടാവാൻ തുടങ്ങി കേട്ടോ. ആദ്യത്തെ ചക്ക ഞങ്ങൾ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് തൈയൊക്കെ ഒന്ന് ഉഷാറായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അത് പിടിപ്പിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഈ ചക്കേൻ്റെ കൂട്ടത്തിൽ നമ്മൾ കർമൂസയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് കാണിച്ചിരുന്നുണ്ടായിരുന്നില്ലേ ഒരു ലെഡീൻ്റെ, അപ്പോൾ ആ കർമൂസ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചക്ക ഒന്ന് മുറിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നിറം കാണിച്ചു തരാം. ഒരു ലൈറ്റ് ഓറഞ്ച് കളറാട്ടോ ഈ ചക്കയ്ക്ക് ഉണ്ടാവുക. തേനൂറും മധുരമാണ് ഈ ചക്കയ്ക്ക്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ചുള ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ ചക്കയിൽ പിന്നെ ഒരു 10 ചുളയൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തേൽ കുറച്ചും കൂടി. ഇപ്പം ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ചക്ക പറിക്കണത്. അതിലിപ്പോൾ അതാ സാധാ ചക്കേൻ്റെ മാറി നിറച്ച് ചുള ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ മുറിച്ചെടുക്കാം കേട്ടോ. ചക്ക മുറിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയില്ലേ? ആദ്യം നടുമുറിച്ചു, പിന്നെ അതിനെയും 2 കഷ്ണാക്കി, പിന്നെ അതിനെയും 2 കഷ്ണാക്കി, പിന്നെ അതിൻ്റെ മൂക്കൊന്ന് ചെത്തി, പിന്നെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചുള അങ്ങനെ പറിക്കാൻ കിട്ടുക. ഇതിന് അധികം വിളഞ്ഞിയൊന്നുമില്ല കേട്ടോ. ഈ ചക്കയ്ക്ക്, വിയറ്റ്നാം എയർലിക്ക് അധികം വിളഞ്ഞില്ല, അതൊരു പ്രത്യേകതയാണ്. പിന്നെ ചക്ക വെച്ചാൽ നല്ല സോഫ്റ്റാണ്, നല്ല മധുരമാണ്. പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത? പിന്നെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ കാണുന്ന കണ്ടില്ലേ, ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മടൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് അങ്ങോട്ട് തള്ളി നീക്കിയിട്ടുണ്ടെങ്കിൽ പോരും. അതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ കൈ കൊണ്ട് പറിച്ചെടുത്ത് കണ്ടില്ലേ, എന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരുന്നു. മറ്റേത് നമ്മൾ കത്തിയോണ്ട് നിറച്ച നല്ല ഹാർഡാവില്ലേ മടലൊക്കെ. ഇപ്പം ഇതിന് അങ്ങനെ ഹാർഡ് ഉണ്ടാവില്ല, നമ്മളെ കൈ കൊണ്ട് തന്നെ പൊളിച്ച് അങ്ങോട്ട് പോരും. അങ്ങനെയാണ്. കണ്ടാലും ഒരു ബ്രൗൺ കളറൊക്കെ ഉണ്ടാവും കേട്ടോ, നല്ല പഴുത്ത ഈ ചക്കേൻ്റെ മടലിന്. അതുകൊണ്ടാണ് അത് പൊളിഞ്ഞ് ഇങ്ങോട്ട് പോരുക ചെയ്യുക ആ മടൽ. പറിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനും 2-3 കഷ്ണം വായിലിട്ടു, എനിക്കും തന്നു. അപ്പം ആ കൊതിയാവുക, ആ ചക്ക അങ്ങനെ മുറിക്കുമ്പോൾ നമുക്ക് കൊതിയാവില്ലേ, പറിച്ചിടാൻ നേരം ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയും കൊണ്ട് ചക്കൊക്കെ മുറിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം വൈകി, ഏട്ടന് ജോലിക്ക് പോകാൻ നേരമായി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ എനിക്കായി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ കഷ്ണം മുറിച്ച പിന്നെ പീസൊക്കെ അടുത്ത വീട്ടിലും പിന്നെ നമ്മുടെ ചേച്ചിമാരെ ഏട്ടന്മാരെ വീടൊക്കെ ഉണ്ട് അടുത്തടുത്ത്. അപ്പോൾ അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയി, ഏട്ടൻ ജോലിക്ക് പോയി. ഇനി ഈ ചക്ക മുഴുവൻ റെഡിയാക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നേരെയാക്കണം. ആ പരിപാടിയിലൊക്കെയാണ് ഇപ്പം ഞാൻ. ഒരു കഷ്ണം പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ ഒരു കഷ്ണം വായിലേക്ക്, അങ്ങനെയാണ് എൻ്റെ ചക്കപ്പറ. അങ്ങനെ അതെല്ലാം പറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ചക്കയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ചക്കക്കുരു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു വെള്ളരിക്കൂട്ട ഉണ്ടാക്കാണ്ട്. ഇനി ഇതൊക്കെ കോഴിക്കുള്ളതാണ്. കോഴി ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് വൃത്തിയാവും പറമ്പ് മുഴുവനും. അപ്പോൾ എല്ലാവരും വിയറ്റ്നാം എയർലി പ്ലാവ് വാങ്ങി വെച്ച് ഇതുപോലെ ചക്ക പറിച്ച് കഴിക്കാം കേട്ടോ. ബൈ, താങ്ക് യു.